ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ റംസാൻ സ്പെഷ്യലായിട്ടുള്ള 30 ഡേയ്സ് 30 റെസിപ്പി സീരീസിലെ 14ാമത്തെ വീഡിയോ ആണിത്. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് കോളിഫ്ലവറും അതുപോലെ പൊട്ടേറ്റോസും സിങ്കർ സ്റ്റൈലിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സോ നമുക്കിതിനായിട്ട് കോളിഫ്ലവറും പൊട്ടേറ്റോസും റെഡിയാക്കാം. അതിനായിട്ട് നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലോട്ട് കോളിഫ്ലവർ അല്ലെങ്കിൽ പൊട്ടേറ്റോ നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് ഒരു 2 മിനിറ്റ് മാത്രം തിളപ്പിച്ചെടുക്കുക. ഞാൻ ഇന്നിവിടെ ഫ്രഞ്ച് ഫ്രൈസ്, നമ്മുടെ ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസ് കൊണ്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ നമ്മുടെ കോളിഫ്ലവർ ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്നുണ്ട്. ഈ സെയിം മെത്തേഡ് തന്നെ പൊട്ടേറ്റോസിന് ചെയ്താൽ മതി. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയതിന് ശേഷം ജസ്റ്റ് 2 മിനിറ്റ് തിളപ്പിക്കുക. അതിന് ശേഷം അതിൻ്റെ വെള്ളം മാറ്റുക. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. അത് നമുക്കൊരു പാത്രത്തിലോട്ട് പൊട്ടിച്ച് ചേർക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സ്പൈസസും ഫ്ലേവേഴ്സും ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് പെപ്പർ പൗഡറാണ്. അപ്പോൾ നമുക്ക് എത്രമാത്രം സ്പൈസി ആയിട്ട് ചേർക്കണോ അത്രമാത്രം പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ പൊട്ടേറ്റോസും കോളിഫ്ലവറും വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ചിക്കൻ്റെ ക്യൂബാണ്, ചിക്കൻ സ്റ്റോക്ക് ക്യൂബ്. അത് ഒരു പകുതി ഭാഗം ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇത് ചേർക്കുന്നത് കൊണ്ട് നല്ല ഫ്ലേവർ കിട്ടും ആ ഒരു പൊട്ടേറ്റോവിനും കോളിഫ്ലവറിനും. ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി, ചേർക്കുന്നില്ലെങ്കിൽ കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വീതം ഗാർലിക് പൗഡറും അനിയൻ പൗഡറും ചേർത്ത് കൊടുക്കാം. ഇതില്ല എന്നുണ്ടെങ്കിൽ പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം നമ്മുടെ ചുവന്ന മുളക് പൊടി, കശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ലംസൊക്കെ ഇല്ലാത്ത രീതിയിൽ വേണം നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് നമ്മുടെ എഗ്ഗിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഫ്ലവർ മിക്സ്ചർ ഉണ്ടാക്കണം. അതിനായിട്ട് ഒരു 5 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ 5 ടേബിൾ സ്പൂൺ മൈദ എടുത്തു. ഇനി ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ തന്നെ കോൺഫ്ലവർ, ഇതിൻ്റെ രണ്ടിൻ്റെയും മിക്സ് വെച്ചിട്ടാണ് നമ്മൾ കോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ 5 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും മൈദയും ചേർത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ അനിയൻ പൗഡർ, പിന്നെ 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ, പിന്നെ 1 ടീസ്പൂൺ ഒറിഗാനോ ആണ് ചേർത്തിട്ടുള്ളത്. അതില്ല എന്നുണ്ടെങ്കിൽ യാതൊരു കുഴപ്പമില്ല, നമ്മുടെ കസൂരി മേത്തി ചേർത്ത് കഴിഞ്ഞാലും വലിയ പ്രശ്നമില്ല. ഓക്കെ, അങ്ങനെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് വളരെ നന്നായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്, കാരണം ആ ഉപ്പും പിന്നെ ഫ്ലേവേഴ്സും ഒക്കെ എല്ലാ സ്ഥലത്തും എത്തേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വേവിച്ചിട്ടുള്ള കോളിഫ്ലവർ ഒന്ന് എഗ്ഗിൽ മുക്കുക. അതിന് ശേഷം ഈ മൈദയുടെ മിക്സിലോട്ട് മുക്കിയെടുക്കാം. എന്നിട്ട് എക്സസ് ആയിട്ടുള്ളത് കൈവച്ച് തട്ടിക്കളയാം. ഇതേപോലെ എല്ലാ കോളിഫ്ലവറും റെഡിയാക്കിയെടുക്കാം. കോളിഫ്ലവർ ചില സമയത്ത് നമുക്ക് ഡബിൾ കോട്ട് ചെയ്യേണ്ടി വരും, അത് കുറച്ച് വെറ്റായിട്ട് വരും. അപ്പോൾ നമ്മൾ വീണ്ടും ഈ ഒരു മൈദയുടെ മിക്സിൽ ഒന്നുകൂടെ കോട്ട് ചെയ്തെടുത്താൽ മതിയാവും. ഓക്കെ, അപ്പം കോളിഫ്ലവർ മുഴുവനും ചെയ്തതിന് ശേഷം നമ്മുടെ പൊട്ടേറ്റോസും ഇതുപോലെ ചെയ്യാം. ഞാനിവിടെ ഫ്രോസനായിട്ട് വരുന്ന ആ ഒരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ പാക്കറ്റിലുള്ള പൊട്ടേറ്റോസാണ് യൂസ് ചെയ്തത്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കോളിഫ്ലവർ ചെയ്ത സെയിം മെത്തേഡിൽ പൊട്ടേറ്റോസ് ചെയ്തെടുത്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഫ്രോസൺ ആയതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് തന്നെ ഈ ഒരു മെത്തേഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മളെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. എക്സസ് ആയിട്ടുള്ള മൈദയുടെ മിക്സ് ഒന്ന് തട്ടിക്കളഞ്ഞിട്ട് വേണം നമ്മൾ ഇത് നല്ല ഓയിലോട്ട് ഇടാനായിട്ട്. അത്യാവശ്യം ചൂടുള്ള ഓയിലോട്ടാണ് നമ്മളിട്ട് ഫ്രൈ ചെയ്യുന്നത്. ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് 1 മിനിറ്റിന് ശേഷം ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഒത്തിരി എണ്ണയൊന്നും കുടിച്ചു പോവില്ല. ഓക്കെ, ഇതിന് ഏകദേശം നമ്മളൊരു 2 to 3 മിനിറ്റാണ് ഫ്രൈ ചെയ്യേണ്ടത്. ആദ്യത്തെ 1 മിനിറ്റ് നമ്മളിത് ഇളക്കാതെ വേണം ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ കാണാം 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഇത് നല്ല ക്രിസ്പിയായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ആദ്യത്തെ 1 മിനിറ്റിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ ഫ്രൈസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 2.5-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ഇത്രയും സമയം നമ്മൾ ഫ്രൈ ചെയ്താൽ മതിയാവും. അത് ഏകദേശം അകത്ത് വരെ നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതിന് ശേഷം സെയിം രീതിയിൽ തന്നെ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാ നമ്മൾ ഇതും കൂടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ സ്പൈസി ആക്കാനായിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ അതുപോലെ സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സിങ്കർ ഫ്രൈസും സിങ്കർ കോളിഫ്ലവറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നാളെ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.